പാൻ കാർഡ് ഇല്ലാത്ത ആളുകളും പാൻ കാർഡ് ഉള്ള ആളുകളും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ അത് എല്ലാവരും കൃത്യമായിട്ട് ആ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. കാര്യമെന്ന് പറഞ്ഞാൽ 2026 ഏപ്രിൽ 1 മുതൽ പുതിയ പാൻ നിയമങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കോമൺ സർവീസ് സെൻറ്റർ നടത്തുന്ന ആളാണ്. അപ്പോൾ ഭാരത് സർക്കാർ സംരംഭമായി രാജ്യത്ത് മുഴുവനായിട്ട് പ്രവർത്തിക്കുന്ന ഒന്നാണ് കോമൺ സർവീസ് സെൻറ്റർ. അപ്പോൾ അതിൽ ഫസ്റ്റ് അപ്ഡേഷൻസ് എപ്പോഴും വന്നുകൊണ്ടിരിക്കും. അതിൽ ഇപ്പോൾ പാൻ കാർഡിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ വന്നതാണ്. നമ്മുടെ കിടങ്ങന്നൂർ കോമൺ സർവീസ് സെൻറ്ററിൽ ഏകദേശം 2000-2000 പാൻ കാർഡുകൾ പുതിയതായിട്ട് നമ്മൾ എടുത്തു കൊടുക്കുകയും മറ്റ് തിരുത്തലും കാര്യങ്ങളും എല്ലാം ഈ ചുരുങ്ങിയ കാലയളവിൽ നമ്മൾ ചെയ്തു പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കൂടെ വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ പണ്ട് പാൻ കാർഡ് എടുക്കുമ്പോൾ 49A-യും 49AA എന്നുള്ള ഫോം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഓൺലൈനിൽ പാൻ കാർഡ് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് പോകുന്നത്. അപ്പം നമ്മൾ കോമൺ സർവീസ് സെൻറ്ററിന് സെപ്പറേറ്റ് ഒഫീഷ്യൽ ലോഗിൻ ഞങ്ങൾക്ക് ഇൻഡിവിജ്വലായിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ കോമൺ സർവീസ് സെൻറ്ററിൽ നിന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിലൂടെ പാൻ കാർഡ് നിങ്ങൾക്ക് ചെയ്തു തരുമ്പോഴുള്ള ഗുണമെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള ലോഗിനിൽ നിങ്ങൾ ചെയ്യുമ്പോൾ മറ്റു കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻകം ടാക്സ് ഓഫീസിൽ നിന്നും മറ്റ് നോട്ടീസുകൾ വന്ന് അത് കാലതാമസം എടുക്കും, അത് കറക്റ്റ് ചെയ്തു പോകാൻ. കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ സ്ഥിരം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് പാൻ കാർഡിൽ വരുന്ന അപ്ഡേഷൻസ് അറിയാവുന്നത് കൊണ്ട് നമ്മൾ കൃത്യമായിട്ട് പാൻ കാർഡ് കറക്റ്റ് ചെയ്ത് കൊടുക്കും. നമ്മുടെ കിടങ്ങന്നൂർ കോമൺ സർവീസ് സെൻറ്ററിൽ ഞാൻ പറഞ്ഞു, ഏകദേശം 10,000-2000 പാൻ കാർഡ് നമ്മൾ ചെയ്തു. ഇന്ന് വരെയും ഒരു പാൻ കാർഡ് പോലും കിട്ടാതിരുന്നിട്ടില്ല. അപ്പോൾ അത്രയും പ്രോപ്പറായിട്ടാണ് നമ്മളത് കെയർ ചെയ്ത് പോകുന്നത്. അപ്പോൾ ഈ പുതിയ പാൻ കാർഡിൽ വന്നിരിക്കുന്ന മാറ്റം 2026 ഏപ്രിൽ 1 മുതൽ ആപ്ലിക്കബിൾ ആകുമ്പോൾ ഈ പഴയ ഫോം ഞാൻ പറഞ്ഞു 49A-യും 49AA-യും അപ്രത്യക്ഷമാവും. അതിന് പകരം 93, 94, 95, 96 എന്നുള്ള ഫോമുകളിലേക്ക് പുതിയതായിട്ട് പാൻ കാർഡുകൾ ഓൺലൈനിൽ അപേക്ഷിക്കുമ്പോൾ ഈ ഫോമിലേക്കാണ് ഇനി അപ്ഗ്രേഡ് ആവുന്നത്. അപ്പോൾ ഇത് വരാൻ മെയിൻ കാരണം, നമ്മൾ നേരത്തെ ഒരു ആധാറിൻ്റെ വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ആ ആധാറിൻ്റെ വീഡിയോയിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, ആധാർ കാർഡ് ഡേറ്റ് ഓഫ് ബർത്തിനായിട്ട് ഇനി മുതൽ ഉപയോഗിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളത്. അപ്പോൾ പാൻ കാർഡ് സൈറ്റിൽ ഇതുവരെയും അത് അപ്ഡേഷൻ ആയിട്ടില്ല. അപ്പോൾ പാൻ കാർഡ് സൈറ്റിലും ഇനിയും ആധാർ കാർഡ് 2026 ഏപ്രിൽ 1 മുതൽ ഉപയോഗിക്കത്തില്ല. അതിന് പകരം നമ്മുടെ വോട്ടർ ID, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട്, പിന്നെ ഈ പറഞ്ഞ SSLC ബുക്ക്, ഇത്രയും കാര്യങ്ങൾ ഉപയോഗിച്ചാണ് ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കേണ്ട രേഖകൾ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാൻ കാർഡ് ഇപ്പോൾ കുട്ടികൾക്കുള്ള പാൻ കാർഡ്, അതായത് മൈനർ പാൻ കാർഡ് നമ്മൾ എടുക്കുമ്പോഴും നേരത്തെ നമ്മൾ ആധാർ കാർഡ് ഉപയോഗിക്കുമായിരുന്നു ഡേറ്റ് ഓഫ് ബർത്തിന്. ഇനി അത് പറ്റത്തില്ല. മൈനറായിട്ടുള്ള ആളുടെ ആധാർ കാർഡും പേരൻറ്റിൻ്റെ ആധാർ കാർഡ്, അവരുടെ പാൻ കാർഡ്, പിന്നെ അതുപോലെ തന്നെ ബർത്ത് പ്രൂഫ് ഇത്രയും വെക്കണം. അതുപോലെ 2023 ഒക്ടോബർ 1 ശേഷം ജനിച്ച കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അവരുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് മാത്രമേ ഈ പറഞ്ഞതുപോലെ ബർത്ത് പ്രൂഫായിട്ട് പാൻ കാർഡ് പുതിയതെടുക്കുമ്പോൾ സ്വീകരിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട മാറ്റങ്ങളാണിത്. ഇനിയും ഈ ഏപ്രിൽ 1 മുതൽ നമ്മൾ പഴയ ഫോം ഉപയോഗിച്ച് പാൻ കാർഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാൻ കാർഡ് ലഭിക്കുന്നതല്ല. അപ്പോൾ ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ. പാൻ കാർഡ് എടുക്കാനുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് സെൻറ്ററിലെത്തി എടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന്, ഇപ്പോൾ ഈ കിട്ടുന്ന രീതിയിൽ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് എടുത്തു പോകാൻ സാധിക്കും. കാരണം നമുക്കറിയാം, പുതിയ സോഫ്റ്റ്വെയറും മറ്റു കാര്യങ്ങളും ഇംപ്ലിമെൻ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സോഫ്റ്റ്വെയർ പ്രോപ്പറായിട്ട് റൺ ആകുവാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. സെർവർ ഇഷ്യൂ, മറ്റുള്ള കാര്യങ്ങളെല്ലാം. അപ്പോൾ നമ്മൾ ഈ പുതിയതായിട്ട് ചെയ്യുമ്പോൾ ഒരുപാട് പരിമിതികൾ വരും. അപ്പോൾ അതിന് മുന്നായിട്ട് എമർജൻസി ആയിട്ട് പാൻ കാർഡ് എടുക്കേണ്ട ആളുകളുണ്ടെങ്കിൽ ഈ പുതിയ നിയമം ഇംപ്ലിമെൻ്റ് ആകുന്നതിന് മുന്നായിട്ട് മാക്സിമം പാൻ കാർഡ് എടുത്ത് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളിലും പാൻ കാർഡ് ഇല്ലാത്ത ആളുകളിലും ഇത് ഷെയർ ചെയ്ത് അവരെല്ലാം ഒന്ന് സഹായിക്കുക. അപ്പോൾ അതോടൊപ്പം തന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം ST ചാനൽ. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.